ഫ്രണ്ട്സ്, ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നമുക്കറിയാം, നാളെയാണ് ISL ഡ്രാഫ്റ്റ്. അപ്പോൾ ടെലികാസ്റ്റ് ഉണ്ടാവുന്നതല്ല, അപ്പോൾ ഹോട്ട്സ്റ്റാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്നും കാണാൻ പറ്റാതെ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഡ്രാഫ്റ്റിൻ്റെ ഓരോ ആളെടുക്കുമ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ എൻ്റെ ഈ ചാനലുകളിൽ ചാമ്പ്യൻ ട്രോൾസ് എന്ന് പറയുന്ന ഈ ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ടീമിനെ പറ്റിയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ചാനലിൽ വന്നാൽ അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും. 9 മണി മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ ഇത് അറിയാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് സഹായിക്കുക. സോ നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, 4ാം സീസൺ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടി അപൂർവമായ ഒരു റെക്കോർഡ്, ഒരു നേട്ടം എത്തിയിരിക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ, ഈ നേട്ടം പറയുന്നതിനെ കുറിച്ച് മുമ്പേ ഞാൻ ആദ്യം ഡിജിറ്റൽ സ്പോർട്സ് മീഡിയയെ കുറിച്ച് പറയാം. ഡിജിറ്റൽ സ്പോർട്സ് മീഡിയ എന്ന് പറഞ്ഞ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ആനുവലായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡിജിറ്റൽ ഫുട്ബോൾ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ് ഒരു റാങ്ക് പട്ടിക ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ലോകത്തിലുള്ള എല്ലാ ഫുട്ബോൾ ക്ലബ്ബുകളുടെയും അവരുടെ പിന്തുണ, അതും സോഷ്യൽ നെറ്റ്വർക്കുകളിൽ, അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇതിലെല്ലാം അവർക്കുള്ള പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് പട്ടിക ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ റാങ്ക് പട്ടികയിൽ ലോകത്തെ ഏറ്റവും സപ്പോർട്ടറായിട്ടുള്ള ക്ലബ്ബ് ബാഴ്സലോണ, അങ്ങനെ റയൽ മാഡ്രിഡ്, അങ്ങനെയായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഈ വർഷത്തെ ജൂലൈ 2017 ലിസ്റ്റ് അനുസരിച്ച് 1ാം സ്ഥാനം ബാഴ്സലോണ, 2ാം സ്ഥാനം റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, അങ്ങനെ പറഞ്ഞ് നീണ്ടുപോകുന്ന ഈ ഒരു ലിസ്റ്റിൽ 80ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇടം പിടിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സപ്പോർട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബായിട്ട് ഇപ്പോൾ നമ്മുടെ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് മാറിയിരിക്കുകയാണ്. സോ ഇതാണ് ലിസ്റ്റ്. നിങ്ങൾക്ക് കാണാം, ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, അങ്ങനെ നീണ്ടു പോകുന്ന ഒരു ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടീമുള്ള പേജിലേക്ക് പോകാം. ഇതാണ് നിങ്ങൾക്ക് കാണാം. അതിൽ 80ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന് വ്യക്തമായി കാണാം. അതിന് നേരെ അവർക്കുള്ള ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇതിലെല്ലാമുള്ള സപ്പോർട്ടേഴ്സിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം, കുറച്ചുകൂടി അടിയിലോട്ട് പോയാൽ 94ാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിന്നുള്ള 2ാമത്തെ ക്ലബ്ബായി അത്ലറ്റിക് ഡി കൊൽക്കത്ത 94ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പല യൂറോപ്യൻ ക്ലബ്ബുകളും കേരള ബ്ലാസ്റ്റേഴ്സിന് താഴെയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, ഫുൾഹാം, സെൽറ്റിക്, അങ്ങനെ പലതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താഴെയാണ് ഈ ലിസ്റ്റിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. അപ്പോൾ കൊൽക്കത്ത കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഡൽഹി ഡൈനാമോസ് ഉണ്ട്, പിന്നെ FC ഗോവ, ചെന്നൈ FC, അങ്ങനെ പല ക്ലബ്ബുകളും വരുന്നുണ്ട്. അവസാനം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ലാസ്റ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ISL എല്ലാ ക്ലബ്ബുകളും 150-നുള്ളിൽ ഇടം പിടിച്ചു എന്നുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. കാരണം 3 വർഷം മുന്നേ തുടങ്ങിയ ഒരു ലീഗ് മറ്റ് പ്രമുഖ ക്ലബ്ബുകൾ, ലോകത്തിലെ അധിക ക്ലബ്ബുകളെയും പിന്നിലാക്കി 80ാം സ്ഥാനത്ത് തുടങ്ങി 150 വരെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് കാണാം, ഒരുപാട് വർഷങ്ങളായി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കുറേ യൂറോപ്യൻ ക്ലബ്സുകളൊക്കെ പിന്നിലാക്കിയാണ് ഒരു 3 വർഷം മാത്രം പഴക്കമുള്ള ഒരു ക്ലബ്ബ്, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബ് പിന്നിലാക്കി നിഷ്പ്രഭമാക്കി 80ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ബൂസ്റ്റാണ്. ഇനി വരുന്ന വർഷങ്ങൾ എനിക്ക് തോന്നുന്നു ക്ലബ്ബുമാരായി 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാഴ്സലോണയ്ക്കും റയൽ മാഡ്രിഡിനൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലത്തെ ടീമുകൾ കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ ഒരു ഭീഷണിയാകുമെന്ന് തന്നെ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ സാധിക്കും ഈ ലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ. അപ്പോൾ അതൊക്കെ ഇനി വരും സീസണുകളിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും നാളെ ഞായറാഴ്ചയാണ് ISLൻ്റെ പുതിയ സീസണിൻ്റെ ഡ്രാഫ്റ്റ്. ഇപ്പോൾ ഡ്രാഫ്റ്റ് ടെലികാസ്റ്റ് ചെയ്യില്ല എന്ന് ഹോട്ട്സ്റ്റാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
സ്റ്റാർ സ്പോർട്സ് അധികമായി പ്രഖ്യാപിച്ചു ഹോട്ട്സ്റ്റാറിൽ മാത്രമേ ലഭ്യമാവും. ഹോട്ട്സ്റ്റാർ ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കോ ഈ ചാനൽ എൻ്റെ ചാനലിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് സെക്കൻഡുകൾക്കകം ന്യൂസ് പുറത്തു വന്നതിന് ഏതാനും മിനിറ്റുകൾക്കകം അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പോയി കാണാം, ഹോട്ട്സ്റ്റാർ ഇല്ലാത്തവർക്ക്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക. കാരണം അവർക്കും കൂടി ഇത് ഉപകാരപ്രദമായിക്കോട്ടെ. നാളത്തെ ഡ്രാഫ്റ്റിൻ്റെ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള എല്ലാവർക്കും നിങ്ങൾ എൻ്റെ ചാനൽ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. താങ്ക്സ്.